ഹായ്, മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മട്ടർ പനീറാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ നാൻ, പൊറോട്ട ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ വീക്കെൻഡ് ആണ് എത്തിയിരിക്കുന്നത്. ഈ വീക്കെൻഡിൽ നിങ്ങൾ ഈ ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് വീക്കെൻഡ് ആഘോഷിക്കും. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഗ്രേവി മിക്സിയിലിട്ട് ഗ്രേവി ആക്കുവാണ്, അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പീസസ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വാടണം. അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പ് കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് തക്കാളി നുറുക്കിയെടുക്കാം. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ നുറുക്കി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളി വഴന്നു വരുന്ന കൂട്ടത്തിൽ കൂടി നമുക്ക് 4ഓ 5ഓ കാഷ്യൂനട്ടും കൂടി ചേർക്കാം. 5 കാഷ്യൂനട്ടിൽ കൂടുതൽ ചേർക്കരുത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേവിക്ക് കാഷ്യൂനട്ടിന്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം 4ഓ 5ഓ മാത്രം ചേർത്താൽ മതി. ഉള്ളി നല്ല ട്രാൻസ്പെറന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് തക്കാളി നന്നായിട്ട് വേകണം. അപ്പൊ ഞാനിത് അടച്ചു വെച്ചൊന്ന് വേവിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളി കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്. അപ്പൊ ഇതിങ്ങനെ കിടന്നൊന്നുകൂടെ ഒന്ന് വേകട്ടെ. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പൊ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ട് ഇവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പനീർ സോഫ്റ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടാപ്പ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പനീർ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പനീർ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി ഓൾറെഡി തിക്കാണ്. നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ക്രീമും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാത്തത്. ഇതുപോലെ പനീർ സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പൊ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പോ വേറെ എണ്ണയോ ഒന്നും ആഡ് ചെയ്യേണ്ട. പ്ലെയിൻ വാട്ടറിൽ പനീർ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പനീർ സോഫ്റ്റ് ആയി കിട്ടും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പൊ പനീർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ കൂട്ടിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കണ്ട. എന്താന്ന് വെച്ചാൽ തക്കാളിന്നും ഉള്ളിന്നും ഒക്കെയുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്
നമുക്ക് ഇനി ഇത് കറിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പനീറും സോഫ്റ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കൂട്ട് ഗ്രേവി ആയിട്ടുള്ള ഈ കൂട്ടും ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി. അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ക്യാനിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫ്ലെയിം നല്ല സിമ്മാക്കി വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പൊ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചേർക്കുന്നത് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കൊറിയാണ്ടറിന്റെ പൊടി, ഒരു സ്പൂൺ ഗരം മസാല. പിന്നെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറണം. പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഗ്രേവിയിലുള്ള എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് പനീറും അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അതാ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി. അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടിയൊക്കെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ്, ഞാനിപ്പോ 200 ഗ്രാം പനീറിന് 1/2 കപ്പ് ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ച പനീറും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പൊ ഇതിങ്ങനെ 2 മിനിറ്റ് ഒന്ന് അടച്ച് നമുക്ക് വേവിക്കണം. അപ്പൊ ഇതിങ്ങനെ 2 മിനിറ്റ് കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറക്കാം. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കണം. പിന്നെ ഫ്രഷ് ക്രീം, ഞാനിപ്പോ ഇവിടെ 1 സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറിയൊരു ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു വിദ്യ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ഒന്ന് ചൂടാകട്ടെ. അപ്പൊ ഈ ചെറിയ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അപ്പൊ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടാണ് മട്ടർ പനീർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.